അമ്മമാർക്ക് മുത്തം നൽകിയാകണം വിദ്യാർത്ഥികളുടെ ഓരോ ദിനവും ആരംഭിക്കേണ്ടതെന്നും അമ്മമാരെ കരുതലോടെ പരിപാലിച്ച് ദൈവതുല്യമായി കാണണമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി. ഗാന്ധിഭവൻ വിഭാവന ചെയ്യുന്ന അമ്മയ്ക്കൊരുമ്മ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്മമാർക്ക് മുത്തം നൽകിയാകണം വിദ്യാർത്ഥികളുടെ ഓരോ ദിവസവും ആരംഭിക്കേണ്ടതെന്നും അമ്മമാരെ കരുതലോടെ പരിപാലിച്ച് ദൈവതുല്യരായി കാണണമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഗാന്ധിഭവൻ വിഭാവനം ചെയ്യുന്ന അമ്മയ്ക്കൊരുമ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവർക്ക് വേണ്ടുന്നത് സ്നേഹമാണ്. ആ സ്നേഹം കൊടുക്കേണ്ടത് മക്കളാണ്, മരുമക്കളാണ്, സ്വന്തം പെൺമക്കളാണ്, കൊച്ചുമക്കളാണ്. അവരുടെ ഒരു സ്നേഹത്തിന് വേണ്ടി, കരുതലിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷെ അവരാണെന്ന് ഈ വൃദ്ധസദനങ്ങളിൽ പോയി ചേർക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ ചെയ്യുന്നത് പകൽ കേന്ദ്രങ്ങൾ തുറക്കുന്നു. അപ്പൊ പകൽ കേന്ദ്രങ്ങളിൽ സാധാരണ ഈ വയസ്സി എന്നവർ അല്ലെങ്കിൽ 70-ഉം 80-ഉം ഒക്കെ വയസ്സി എന്നവർ ഒരുപക്ഷെ വീട്ടിൽ മക്കൾ സ്വന്തമായി ജോലിക്കോ ഉദ്യോഗത്തിന് പോകുമ്പോൾ പകല് വീട്ടിൽ ആരും കാണും. ഒറ്റയ്ക്ക് താമസിക്കേണ്ടുന്ന അവസരത്തിൽ ഇവരെല്ലാം നമ്മുടെ പകൽ കേന്ദ്രത്തിൽ വരും. അവിടെ അത്യാവശ്യം TV അവർക്കിരുന്ന് കാണാം, പത്രവായന വേണമെങ്കിൽ അവർക്ക് നടത്താം, പുസ്തകങ്ങൾ വായിക്കാൻ പറ്റാവുന്ന ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കാം. അവർക്ക് ഉച്ചഭക്ഷണവും അവിടെ ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഇന്ന് പകൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്വാർത്ഥതയില്ലാതെ മക്കളെ സ്നേഹിക്കുന്ന ഒരേയൊരു വ്യക്തി അമ്മയാണെന്നും മന്ത്രി പറഞ്ഞു. വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റും അമ്മയ്ക്കൊരുമ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറുമായ ജോൺ മത്തായിയുടെ 90 വയസ്സുള്ള മാതാവ് ഏലിയാമ്മയുടെ കൈത്തലങ്ങളിൽ മുത്തം നൽകിക്കൊണ്ടാണ് അമ്മയ്ക്കൊരുമ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. പത്തനാപുരം ഗാന്ധിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 1 ആരംഭിച്ച പദ്ധതിയാണ് അമ്മയ്ക്കൊരുമ. ഉദ്ഘാടന ചടങ്ങിൽ മാവേലിക്കര മുൻ രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. വഴിയിൽ ഉപേക്ഷിക്കാനും ദേവാലയ മുന്നിൽ നടയിരുത്താനും അഗതിരി മന്ദിരത്തിലേക്ക് തള്ളിവിടാനും പറ്റിയ ഒരു അനാവശ്യ ജന്തുവായിട്ട് പല മക്കളും അമ്മയെ കരുതിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. മാതാപിതാക്കളാണ് അവരെ നമ്മൾ വഴി ഉപേക്ഷിക്കരുതെന്നുള്ളൊരു വലിയ ക്യാമ്പയിനാണ് അമ്മയ്ക്ക് ഒരു ഉമ്മ എന്ന ഈ ഒരു പദ്ധതിയിലൂടെ ഗാന്ധിഭവൻ വിഭാവനം ചെയ്യുന്നത്. അത്തരമൊരു നല്ല പ്രവർത്തനമാണ് അമ്മമാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഗാന്ധിഭവനിലെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് അഭയകേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്, പ്രത്യേകിച്ച് ഗാന്ധിഭവനിലെത്തുന്നത് അമ്മമാരാണ്. അമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാകുന്നു. അത് നമ്മളെല്ലാം സങ്കടപ്പെടുത്തുന്നതാണ്. അതിന് കുട്ടികളിലൂടെ നടത്തുന്ന പദ്ധതിയാണ് അമ്മയ്ക്കൊരുമ. വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ വർഗീസ്, കായംകുളം കാദിശ ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ കോശി മാത്യു, ഏലിയാമ്മ മത്തായി, ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, വിൻസെന്റ് ഡാനിയൽ, മുഹമ്മദ് ഷമീർ, സാബുക്കുട്ടൻ K എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.